വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ഐക്കണും കൂടി ഒന്ന് അമർത്തണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് ഹൽവയാണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ്: കുറച്ച് ബീറ്റ്റൂട്ട് അരച്ചത്, ഒരു തേങ്ങയുടെ പാല്, 1/2 കിലോ ശർക്കര, കുറച്ച് cardamom, ഏലക്കായ്. നമ്മളിപ്പോൾ അരി കൊണ്ടുള്ള ഹൽവയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 100 ഗ്രാം അപ്പപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ബീറ്റ്റൂട്ട് ഇട്ടൊന്ന് സോട്ട് ചെയ്യാണ്. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു പകുതി വേവാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചേക്കണ അരിപ്പൊടി ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നല്ല ഒട്ടും കട്ടയില്ലാതെ കുഴച്ചെടുക്കണം, ലിക്വിഡാക്കി എടുക്കണം. എന്നിട്ട് അതും കൂടി നമുക്ക് ഈ ബീറ്റ്റൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കട്ടയില്ലാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും. നമ്മൾ ഈ ഹൽവയിൽ എണ്ണയോ നെയ്യോ ഒന്നും ഒഴിച്ചു കൊടുക്കണില്ല. കോഴിക്കോടൻ ഹൽവ ഉണ്ടാക്കണ പോലെ ആ തേങ്ങാപ്പാലിൽ കിടന്ന് തന്നെയാണ്, അതിൽ നിന്ന് വരണ എണ്ണയിലാണ് ഇത് സെറ്റായി വരണത്. ഇപ്പോൾ അതൊന്ന് വെന്ത് വന്നപ്പോൾ നമ്മൾ ബാക്കി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത്, ഇപ്പോൾ മുഴുവൻ തേങ്ങാപ്പാലും ഞാൻ ഒഴിച്ചിട്ടില്ല, ഇത് ചെറിയ പാത്രം ആയതുകൊണ്ട് തന്നെ. വലിയ പാത്രമാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കാം. ഞാൻ ഇനി ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. 1/2 കിലോ ശർക്കരയോളം വേണ്ടി വരും. 100 ഗ്രാം റൈസ് പൗഡറേ ഉള്ളൂ. എന്നാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് കുറക്കാം, 400 ഗ്രാമൊക്കെ ആക്കാം കേട്ടോ. ഇപ്പം ഞാൻ 500 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വരണ്ട് നല്ല സെറ്റായിട്ട് വരണവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടി ശർക്കര ഇട്ട് കൊടുക്കുവാണ്. ആകെ 500 ഗ്രാം ശർക്കര എടുത്തതാണ്. ഞാൻ ഈ പാത്രം ചെറുതായതുകൊണ്ടാണ് ഇടക്കിടക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്രൈ പാൻ തന്നെയാണ് ഇതിന് നല്ലത്. ഫ്രൈ പാൻ ആകുമ്പോൾ അടിയിലൊന്നും പിടിക്കില്ല, നമുക്ക് ഇളക്കാനൊക്കെ എളുപ്പമുണ്ട്. അപ്പോൾ പാല് മുഴുവൻ ഒഴിച്ചു, ഒരു തേങ്ങയുടെ പാല് മുഴുവൻ ഒഴിച്ചു കൊടുക്കുവാണ്. ഇതിൽ കിടന്നിട്ടാണ് നമ്മൾ ഇതായി വരണത്. ഇപ്പോൾ കുറച്ച് സൈഡിൽ നിന്നൊക്കെ വിട്ട് വരണുണ്ട്. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് റേസിൻസ്, നട്ട്സ് ഇട്ട് കൊടുക്കാം. റേസിൻസ് ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് cardamom, ഏലക്കായ ഇട്ട് കൊടുക്കുവാണ്. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇത് ഇപ്പോൾ സൈഡിൽ നിന്ന് വിട്ട് വരണുണ്ട്, അതാണ് പാകം. ഇപ്പോൾ എങ്ങും പിടിക്കാനുള്ള ഇതൊക്കെ ക്ലീനായി, നമ്മുടെ ചട്ടിയൊക്കെ ക്ലീനായി വന്നു. നേരത്തെ ഇങ്ങനെ എല്ലായിടത്തും പിടിച്ചിരിക്കുമായിരുന്നില്ലേ. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് അത് പോകണ്ടോയെന്ന് നോക്കാം. അതിങ്ങനെ ചരിച്ച് നോക്കുമ്പോൾ പോണില്ല, അനങ്ങണില്ല എന്നാണെങ്കിൽ അതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഇറക്കാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് ഹൽവ റെഡി ആയിട്ടുണ്ട്. കോഴിക്കോടൻ ഹൽവ എന്നൊക്കെ പറയാം, അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് അതിട്ട് വെക്കാം. ഞാനിപ്പോൾ ഈ പാത്രത്തിൽ ഗ്രീസ് ചെയ്തിട്ടൊന്നുമില്ല, നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ. ഈ തേങ്ങാപ്പാൽ തന്നെ ഡെവലപ്പ് ചെയ്ത എണ്ണയായതല്ലേ, അപ്പോൾ ആ എണ്ണയുടെ ഒരു മയം ഉള്ളതുകൊണ്ട് ഇതിലൊന്നും പിടിക്കില്ല. ഇനി ഇതൊന്ന് ആറണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ആറിയിട്ടുണ്ട്, നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണിത്, മൗത്ത് വാട്ടറിങ് ഹൽവയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ
വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണം. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.